ഹായ്, ഗുഡ് മോർണിംഗ്. ഉച്ചയായല്ലേ? എന്താണെന്നറിയോ, ഞാൻ ഇന്നൊരു റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാമിൽ. ഈ അവൻ ഇവൻ അവൾ ഇവിടുന്നൊക്കെ ഈ കപ്പിൾസ് തമ്മിൽ വിളിക്കുന്നതിൽ എനിക്ക് കുറേ DM വരും കേട്ടോ. ഡിവോഴ്സ് മാറ്റേഴ്സിനെയൊക്കെ പറ്റിയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ചേച്ചി ഒരു ഐഡിയ പറഞ്ഞു തരൂ, എന്താണെന്നൊന്നും അറിയില്ലല്ലോ കോടതി പ്രൊസീഡിങ്സ് എന്ന് പറഞ്ഞിട്ട് വരും. അപ്പോൾ അതിൽ ഞാൻ പെട്ടെന്ന് അങ്ങ് ജഡ്ജ്മെൻറ്റിലായി പോകുന്നേ. ഇവരിങ്ങനെ പറയും, അതെ എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ പേര് എന്തെങ്കിലും ഒരു പേര്, ഇപ്പം ഞാനൊരു എക്സാമ്പിളിന് പറയണം കേട്ടോ, അശ്വിൻ എന്നാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ കാര്യങ്ങളൊക്കെ പറയും. അല്ലെങ്കിൽ അർജുൻ എന്നാണ് എന്ന് പറഞ്ഞിട്ട് കാര്യങ്ങൾ പറയും. അല്ലെങ്കിൽ വിവേക് എന്നാണ്, ഞാൻ വെറുതെ ഒരു പേര് പറയുന്നതാണേ എന്ന് പറഞ്ഞിട്ട്, അവനില്ലേ മാം, അവനിങ്ങനെ, അല്ലെങ്കിൽ അവനില്ലേ ചേച്ചി, അങ്ങനെ പറഞ്ഞിട്ട് അവനെ പറയുള്ളൂ. അവൻ്റെ അമ്മയാണ് അവൻ്റെ ലോകം, അവനെ കൊണ്ട് തോറ്റ്, അവനൊരു അമ്മക്കുട്ടിയാണ്, അയ്യോ ഇങ്ങനെ ഒരു അമ്മ മോൻ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഫുൾ അതായിരിക്കും. ശരിയാണ്, അത് അവരുടെ കൺസേൺ ആണ് അവരെ പറയുന്നത്. പക്ഷേ എനിക്ക് അവൻ എന്ന് പറയാൻ തുടങ്ങുമ്പോൾ എനിക്ക് ദേഷ്യം വരും. ഞാൻ വിചാരിക്കണം, എന്താണ് ഇങ്ങനെ ഡിസ്റെസ്പെക്ട്ഫുള്ളായിട്ട് നമ്മുടെ കുട്ടികളെ ഇങ്ങനെ സംസാരിക്കുന്നത്? ഭയങ്കര ഡിസ്റെസ്പെക്ട്ഫുള്ളായിട്ട് തോന്നാറുണ്ട് എനിക്കത്, ആ ഒരു വേർഡ് കേട്ടോ. ശരിയായിരിക്കാം, അവർ തമ്മിൽ ചെറുപ്പം മുതലേ അറിയുന്നവർ ചിലപ്പോൾ ലവ് മാരേജ് ചെയ്തതായിരിക്കാം, അല്ലെങ്കിൽ പ്രേമിച്ച് കല്യാണം കഴിച്ചവരായിരിക്കാം, അല്ലാത്തവരും ഉണ്ടേ, അല്ലാതെ അറിഞ്ഞ് കല്യാണം കഴിക്കുന്നവരും അങ്ങനെ പറയുന്നുണ്ട്. അതിപ്പോഴത്തെ ഒരു ഫാഷനൊക്കെ ആയിരിക്കാം. പക്ഷെ നമുക്കതൊന്ന് മാറ്റി പിടിച്ചാൽ എന്താണ് അല്ലേ? എപ്പോഴും എല്ലാ ഗോക്കളും പോകുന്ന വഴിയിൽ തന്നെ പുറകെ പിമ്പേ ഗമിക്കുന്നു ഗോക്കളെല്ലാം എന്ന് പറഞ്ഞ പോലെ പോകുന്നതിൽ നല്ലത്, എൻ്റെ അഭിപ്രായമാണ്. ഒരുപാട് പേർക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടാകാം. അവർ പറയും ചേച്ചിയുടെ വിചാരത്തിൻ്റെ അല്ലെങ്കിൽ ചേച്ചിയുടെ വയസ്സിൻ്റെയാണ് ചേച്ചി അങ്ങനെ ചിന്തിക്കുന്നത് എന്ന് പറയും. പക്ഷേ അങ്ങനെയല്ലെങ്കിൽ കൂടി അല്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കൂ. അവരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മൾ അവരുടെ അച്ഛൻ്റെയും അമ്മയുടെയൊക്കെ മുമ്പിൽ വെച്ചിട്ടൊക്കെ അവൻ ഇവൻ എന്നൊക്കെ പറയുമ്പോൾ അവരുടെ മകനല്ലേ, അങ്ങനെ ഒരു തോന്നലുണ്ടാവൂലേ? എൻ്റെ മകളെ ആരെങ്കിലും ഇങ്ങനെ ഇവളെന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ അത് ചേച്ചിയുടെ കണ്ണിൻ്റെ കുഴപ്പമെന്നറിയാം. അതുകൊണ്ടല്ല, ആരെയാണെങ്കിലും ഇപ്പം വീട്ടിൽ നമ്മളെ സഹായിക്കാൻ വരുന്ന ആളുകളെയാണെങ്കിലും ഇവള് എന്നൊക്കെ പറയുമ്പോൾ ഞാനങ്ങ് ജഡ്ജ്മെൻറ്റിലാകും. എന്തിനാ അങ്ങനെ പറയുന്നത്? എല്ലാവരും മനുഷ്യരല്ലേ, എല്ലാവരെയും നമ്മളൊരു സ്നേഹത്തോടു കൂടി കൊഞ്ചിച്ച് വിളിച്ചാൽ എന്താ അല്ലേ? നമുക്ക് നല്ലതല്ലേ? നമ്മൾ ഒരുപാട് നല്ല വേർഡ്സ്, നല്ല കുഞ്ഞു കുഞ്ഞു പേരുകളും ഉണ്ടാകും. ഇപ്പം വിവേകിനാണെങ്കിൽ വിവു, പി. ഇന്നലെ വിശാൽ എന്ന് പറഞ്ഞ ഒരു നടൻ്റെ അനൗൺസ്മെൻ്റ് ഉണ്ടായിരുന്നു. ആ ഫിയാൻസെ അനൗൺസ് ചെയ്യാണ്, പറയട്ടെ വി എന്ന് പറഞ്ഞിട്ട് പറയുന്നു, വി എന്ന് വിളിച്ചിട്ട്. അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഒരു ബോണ്ടിങ് അവരിലുണ്ട്. ഡേ സൊല്ലിട്ടുമാടാ, സൊല്ലിട്ടുമാ അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരുമാതിരി ഉണ്ടാവില്ലേ? ശരിക്കും തമിഴിൽ ആണ് ഞാൻ പറയുന്നത്. പറയട്ടെടാ എന്ന് ചോദിക്കുന്നതിൽ നല്ലതല്ലേ വി സൊല്ലിട്ടുമാ അങ്ങനെ ചോദിക്കുമ്പോൾ എന്ത് രസമല്ലേ കേൾക്കാനായിട്ട് അല്ലേ? അത് ഒന്നും നമ്മുടെ ലൈഫിലേക്ക് ഒന്ന് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞാണ്. അപ്പോൾ ഈ ഡിവോഴ്സ് മാറ്റേഴ്സിനെ വേണ്ടിയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഒരു ആമുഖം പറഞ്ഞു വരുന്നത്. ഈ ഡിവോഴ്സ് എന്ന് പറയുന്ന കാര്യങ്ങൾ, ഡൈവോഴ്സ് എന്നും പറയും ഡിവോഴ്സ് എന്നും പറയും കേട്ടോ, രണ്ടും തെറ്റൊന്നുമല്ല, രണ്ടും യൂസ് ചെയ്യുന്നുണ്ട്. ഇംഗ്ലീഷ് രണ്ട് തരത്തിലാണല്ലോ, ഒന്ന് അമേരിക്കൻ ഇംഗ്ലീഷും ഒന്ന് നേറ്റീവ് ഇംഗ്ലീഷ് ലൈക്ക് ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ആണല്ലോ. അതുകൊണ്ടാണ് ഡിവോഴ്സും ഡൈവോഴ്സും രണ്ടും പറയുന്നതിൽ തെറ്റില്ല എന്ന് പറയുന്നത്. കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിവോഴ്സ് നൗണായിട്ട് യൂസ് ചെയ്യുന്ന, ഡൈവോഴ്സ് പ്രൊസീഡിങ്സ് വേർബായിട്ട് യൂസ് ചെയ്യുന്നതൊക്കെ പറയും ഇൻട്രിക്കേറ്റ് ആയിട്ട്. അത് നമ്മൾ അതിലേക്കല്ല പോകുന്നത്, നമ്മുടെ സബ്ജക്റ്റ് അതല്ല. എപ്പോഴൊക്കെയാണ് ഡിവോഴ്സിന് വേണ്ടിയിട്ട് പോകേണ്ടത്? ഈ പ്രൊസീഡിങ്സ് ഒരുപാട് പ്രശ്നമാണോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അതെ, ഡൈവോഴ്സ് പ്രൊസീഡിങ്സിന് പോകുന്നത് പ്രശ്നം തന്നെയാണ്. വല്ലാത്ത മാനസിക വ്യഥകളും സമയം പോക്കും പൈസ പോക്കും എല്ലാം നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിനു മുമ്പ് വിവാഹം കഴിച്ചു കഴിഞ്ഞിട്ട് ഒരു വിധത്തിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതെ ആയിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമാണ് ഈ പരിപാടിക്ക് ഇറങ്ങാവുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ അമ്മായിയപ്പൻ പ്രോബ്ലം ഒന്നും ഡിവോഴ്സിന് കാരണമായിട്ട് എടുക്കരുത്. നിങ്ങൾ തമ്മിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിൽ നല്ലൊരു ബോണ്ടിങ് ഉണ്ടെങ്കിൽ, കൊടുത്തും എടുത്തും ശീലിച്ച് കൊണ്ടുപോകുന്നവരാണെങ്കിൽ യു ഷുഡ് നോട്ട്
വെഞ്ചർ ഇൻ ടു ദിസ് പ്രൊസീഡിങ്സ് അറ്റ് ഓൾ. രണ്ടുപേരും പുറമേ പോയി, രണ്ടുപേരും എവിടെയെങ്കിലും ദൂരെ പോയി അവരവർക്ക് പറ്റുന്ന രീതിയിൽ ജീവിക്കുക. അങ്ങനെ എന്നും അച്ഛൻ്റെയും അമ്മയുടെയും തണലിലും ചിറകിലും ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും ജീവിക്കരുത്. അങ്ങനെ കഴിഞ്ഞു കഴിയുമ്പോഴാണ് നമ്മൾ ഇത്തിൽക്കണ്ണികളായിട്ട് മാറുന്നത്. നമുക്ക് അങ്ങനത്തെ ഇത്തിൽക്കണ്ണികളാകേണ്ട ആവശ്യമില്ല. കാരണം ഓരോരുത്തർക്കും കഴിവുകളുണ്ട്, എല്ലാവർക്കും കഴിവുകളുണ്ട്. നിങ്ങൾ ഇന്ന് സിംഗിൾ ബോബൻ എന്ന് പറഞ്ഞ ഒരു ചാനലിൽ കയറി നോക്കണം കേട്ടോ. അതിനകത്ത് അവർ ചെയ്യുന്ന ഇന്നത്തെ ദിവസം ഒരു അച്ചാർ കമ്പനി തുടങ്ങിയിരിക്കുകയാണ്. ഒരു സ്ത്രീ ഒറ്റയ്ക്ക് നിന്ന് തുടങ്ങിയിരിക്കുകയാണ്. ഹസ്ബൻഡ് ഉണ്ട്, പക്ഷെ അവർ ഫിനാൻഷ്യലും പിന്നെ അതുപോലുള്ള ഇങ്ങനത്തെ പബ്ലിക് റിലേഷൻസും എല്ലാം അവർ തന്നെയാണ് കൈകാര്യം ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സപ്പോർട്ടുണ്ട്, പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അടുപ്പിച്ച് ഇന്ന് ഒരു സംരംഭം ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ അതിൽ കയറി നോക്കൂ. കാണുന്നവർ അവിടെ നിന്നാണ് കുറേ പേര് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. പക്ഷേ എൻ്റെ എല്ലാ ഭാവുകങ്ങളും ഞാൻ ഇതിൽ അർപ്പിക്കുകയും ചെയ്യുകയാണ് സിംഗിളിന് കേട്ടോ. അത് ഇതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞെന്തിനാന്ന് വെച്ചാൽ എല്ലാവർക്കും കഴിവുകളുണ്ട്, ആർക്കും കഴിവുകളില്ലാത്തവരില്ല. നമ്മൾ അതിനുവേണ്ടി ഇറങ്ങി പുറപ്പെടുന്നില്ല, നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ആ പേര് പറഞ്ഞത്. സിംഗിൾ ബോബൻ ഹോം മെയ്ഡ് പിക്കിൾസ് എന്നാണ് അനുശ്രീ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് ഇന്ന്. ഞാൻ ലൈവെല്ലാം കണ്ടിരുന്നു. അപ്പോൾ അതിൽ നിങ്ങളൊന്ന് കയറിയ ലൈവൊക്കെ കാണുക, ഒന്ന് ഉത്തേജനം ഉണ്ടാക്കുക. ചില കുട്ടികൾ പല പല സ്ഥലത്ത് ഇരുന്നിട്ട് പറയുന്നുണ്ട്, ചേച്ചി എനിക്ക് ഫിനാൻഷ്യലി ഞാൻ ഇൻഡിപെൻഡൻ്റ് അല്ല, അതുകൊണ്ടാണ് ഞാനിത് സഹിക്കേണ്ടി വരുന്നതെന്ന്. അവർക്ക് തന്നെ ഒരു ബോധമുണ്ടല്ലോ ഇൻഡിപെൻഡൻ്റ് അല്ലാത്തത് കൊണ്ടാണെന്ന്. അപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയേ പറ്റൂ ഇന്നത്തെ കാലത്ത്. നമുക്ക് ആരും ഇങ്ങനെ പ്ലേറ്റിൽ കൊണ്ടൊന്ന് വെച്ച് തരില്ല. അപ്പോൾ പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ 11:30 ഞാൻ സമയം നോക്കുമായിരുന്നു. കാരണം എനിക്ക് പുറത്ത് പോകാനുണ്ട്, ഒരു അപ്പോയിൻമെൻ്റ് ഉണ്ട് ഒരു ഡോക്ടറുടെ അടുത്ത്. സോ ഈ കാര്യങ്ങളൊക്കെ കൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഈ ഡൈവോഴ്സ് എന്ന് പറയുന്ന അത്ര എളുപ്പമുള്ള കാര്യമായിട്ട് കാണരുത് കേട്ടോ. അതിൻ്റെ പ്രൊസീഡിങ്സിനെ പറ്റി ഒന്ന് പറഞ്ഞു തരുമോ ചേച്ചി എന്ന് ചോദിച്ചു. ഓക്കെ, ഞാൻ ഹിന്ദു മാരേജ് ആക്ട് പ്രകാരം സിമ്പിളായിട്ടുള്ള ഒരു ഡൈവോഴ്സ് പ്രൊസീഡിങ്സ് തുടങ്ങാൻ വേണ്ടിയിട്ടാണെങ്കിൽ പോലും അതിന് ഉഭയ സമ്മതപ്രകാരമുള്ള 13B പെറ്റീഷൻ ഇടണം കേട്ടോ. ഹിന്ദു മാരേജ് ആക്ട് പ്രകാരമുള്ള പെറ്റീഷനാണത്. ഡൈവോഴ്സിൽ 13B അത് മ്യൂച്വൽ കൺസെൻറ്റ് ഡിവോഴ്സ് എന്ന് പറയും. ക്രിസ്ത്യൻസിനും ഉണ്ട് അത് സെക്ഷൻ വേറെയാണ്. അത് അതിനകത്ത് ഇപ്പോൾ ക്രിസ്ത്യൻസിനും മ്യൂച്വൽ കൺസെൻറ്റ് അനുവദിച്ച കാരണം ഒരുപാട് ഡൈവോഴ്സുകൾ കൂടിയിട്ടുണ്ടെന്ന് പറയുന്നു. മുസ്ലിംസിൻ്റെ അത് വ്യത്യാസമുണ്ട് കേട്ടോ, അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഇത്തരത്തിൽ ഡിവോഴ്സിന് പോവുകയാണെങ്കിൽ ഇന്ന് ഒരു കോടതി വിധി വന്നിട്ടുണ്ട്. ഇടയ്ക്ക് വെച്ച് ആരെങ്കിലും പിന്മാറിയാൽ, അതായത് ഇന്ന് നമ്മൾ 2 പേര് കൂടി കൊണ്ടുപോയിട്ട് കോടതിയിൽ പെറ്റീഷൻ ഫയൽ ചെയ്യാണ്. ഒരു വക്കീലിൻ്റെ സഹായത്തോടു കൂടി 2 ഹസ്ബൻഡ് ആൻഡ് വൈഫും കൂടെ കൊണ്ടുപോയി പെറ്റീഷൻ ഫയൽ ചെയ്യുമ്പോൾ, അതായത് ഈ ഉഭയ സമ്മതപ്രകാരമുള്ള പെറ്റീഷൻ ഫയൽ ചെയ്യുമ്പോൾ ഒപ്പിട്ട് കൊടുക്കുകയാണ്. 6 മാസം കഴിഞ്ഞ് 6 മാസത്തേക്ക് ഒരു കൂളിംഗ് പീരിയഡ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്ന് ഇത് ഡൈവോഴ്സ് ആക്കി തരണം. അതുവരെ സമയം കൊടുക്കുകയാണ് കോടതി. ഈ പറഞ്ഞ കപ്പിൾസ് 1 വർഷമായിട്ട് പിരിഞ്ഞ് താമസിക്കുകയാണെന്ന് തന്നെ ഇരിക്കട്ടെ. കല്യാണം കഴിഞ്ഞ് 1 വർഷത്തിന് ശേഷം ഇത് പറ്റുള്ളൂ. എന്നിട്ടും അവർ പിരിഞ്ഞ് താമസിക്കുകയാണ്. ഇവർക്കിത് 2 പേർക്കും 2 വഴിയായി പോയതിന് ശേഷം ഏതെങ്കിലും ജോലിക്ക് പോകണം, അല്ലെങ്കിൽ വിസയുടെ ഇതെടുക്കണം, പാസ്പോർട്ട് എടുക്കണം. അപ്പോൾ അതിൽ ഈ പേരിന് വേണ്ട അത്ര കരുത്ത് വേർപാട് സംഭവിച്ച് നിൽക്കുന്നവരാണെങ്കിൽ ഒരു പെറ്റീഷൻ കൂടി ഇട്ട് കഴിഞ്ഞാൽ കോടതിക്ക് തീരുമാനിക്കാം ഈ 6 മാസ കൂളിംഗ് പീരിയഡ് വേവ് ചെയ്താലോ ഒന്ന്. കാരണം സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്, സുപ്രീം കോടതിക്കും അങ്ങനെ ഒരു പരമാധികാരമുണ്ട്. അവരുടെ പ്രത്യേക അധികാരം ഉപയോഗിച്ച് ഈ 6 മാസം വേവ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അത് വേണമെങ്കിൽ ഈ ഫാമിലി കോടതിയിലുള്ള ജഡ്ജുമാർക്കും അത് യൂസ് ചെയ്യാം എന്നാണ് പറയപ്പെടുന്നത്. നിങ്ങളത് ഫാമിലി കോർട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളുമായിട്ട് ഡിസ്കസ് ചെയ്യുക. ഞാൻ അതിൻ്റെ ഒരു അവലോകനം മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ കേട്ടോ. കാരണം ഇതിലേക്ക് ഇറങ്ങാൻ നിൽക്കുന്നവർ ഒരു ഐഡിയയും ഇല്ലാതെ നിൽക്കുന്നവരോട് പറയണം, ഈ 6 മാസ കാലയളവിനുള്ളിൽ മക്കളുണ്ട്. ഇപ്പോൾ 1 വർഷം കഴിഞ്ഞവരാണെങ്കിൽ ചിലപ്പോൾ ഒരു ബേബി ഉണ്ടെങ്കിൽ അതും പറയാൻ പറ്റില്ലല്ലോ. കുട്ടികളുണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങൾ എങ്ങനെയാണ്, ചെലവിന് കൊടുക്കുന്നത് എങ്ങനെയാണ്, ഇതെല്ലാം ഈ പെറ്റീഷനിൽ തന്നെ എഴുതാം. ഈ മ്യൂച്വൽ കൺസെൻറ്റിൻ്റെ ഇതിനകത്ത് തന്നെ നമുക്ക് എഴുതി അഗ്രിമെൻ്റ് ആക്കാം. പിന്നെ സ്വത്ത് എടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്വർണ്ണം എടുത്തിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ഈ ഒരൊറ്റ കാര്യം കൊണ്ട് സിമ്പിളായിട്ട് തീരും. 6 മാസം കൊണ്ട് കൂടുതൽ കയറി ഇറങ്ങി നടക്കണ്ട. അതേസമയം ഒരാൾക്ക് മാത്രമായിട്ടാണ് ഡിവോഴ്സ് വേണ്ടത്, മറ്റേ ആൾക്കില്ലെങ്കിൽ അതിന് കുറേ ഗ്രൗണ്ട്സ് ഉണ്ട്. ആ ഗ്രൗണ്ട്സ് നിങ്ങൾ വക്കീലിനോട് ചോദിക്കുക. കാരണം എല്ലാം ഇതിൽ പറയാൻ പാടില്ല. 1-2 ഞാൻ പറയാം. അഡൾട്ടറി, അങ്ങനെ മറ്റ് പരപുരുഷ ബന്ധം, അല്ലെങ്കിൽ വെനറിയൽ ഡിസീസസ്, എന്താണ് സെക്ഷൽ കുഴപ്പമുള്ള ഡിസീസസ്, അല്ലെങ്കിൽ ഇമ്പോർട്ടൻസി, ഇതൊക്കെ അതിനകത്ത് വരും. പിന്നെ ക്രൂവൽറ്റി, അടി ഇടി, ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഡൊമസ്റ്റിക് വയലൻസ്, ഇതെല്ലാം ഉണ്ട്. ഇതൊക്കെ ഒറ്റ വീഡിയോയിൽ പറഞ്ഞ മുഴുവനും
പറയാൻ പാടില്ല. അതൊക്കെ ട്രേഡ് സീക്രട്സ് ആണ് അല്ലേ പല വക്കീലന്മാരുടെയും. പറയുന്നവരുണ്ട്, അതിൽ നിങ്ങൾ പോയി കേട്ടോളൂ, എന്നിട്ട് അവരെ അപ്രോച്ച് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ ഇവിടെ ഇരുന്ന ഒരു ഗൈഡ് ലൈൻ മാത്രമല്ലേ പറയുന്നുള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ. വൺസ് ഐ സ്റ്റാർട്ട് പ്രാക്ടീസ് ഐ വിൽ ടെൽ യു, യു കം ആൻഡ് ടേക്ക് എൻ അപ്പോയിൻമെൻറ്റ്, ഐ വിൽ ഗീവ് യു ദ അഡ്വൈസ്. അതങ്ങനെ പാടുള്ളൂ. ഒന്നും ഫ്രീലാൻസ് ഈ ലോകത്ത് പാടില്ല. എല്ലാവരും എന്താ പറയുക, ഫ്രീ ആയിട്ട് കൊടുത്തുകൊണ്ടിരുന്ന അവരവരുടെ വീട്ടിലെ കാര്യങ്ങൾ എങ്ങനെ നടക്കുമല്ലേ? അവർ ഫീസ് വാങ്ങിച്ച് ജോലി ചെയ്യുന്ന വക്കീലന്മാരില്ലേ? സോ ദാറ്റ് ഈസ് വൺ തിങ്. പിന്നെ അപ്പോൾ ഈ പ്രോസസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തീരും. അപ്പോൾ ചോദിക്കും, ചേച്ചി അതിന് അങ്ങേര് കൂടെ വന്ന് ഒപ്പിട്ടാലല്ലേ ഞങ്ങൾക്കത് പറ്റുള്ളൂ. ഓഫ് കോഴ്സ് അപ്പോഴേ പറ്റുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് നല്ല പ്രൂഫുണ്ട്. നിങ്ങളുടെ ഇടിക്കുന്നതിൻ്റെയൊക്കെ പാടുകളും നിങ്ങളുടെ കഷ്ടങ്ങളും എല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെത്താൻ പോയി ഒരു FIR ഫയൽ ചെയ്യുക പോലീസ് സ്റ്റേഷനിൽ, വുമൻസ് പോലീസ് സ്റ്റേഷനിൽ വേണമെങ്കിൽ ചെല്ലൂ. അവർ ഫയൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ബേസിസിൽ നിങ്ങൾക്ക് ക്രൂവൽറ്റി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് തന്നെ, അതായത് സ്ത്രീകൾക്കാണ് കേട്ടോ ഞാൻ ഈ അഡ്വൈസ് കൊടുക്കുന്നത്. പുരുഷന്മാരും ഇതുപോലെ സഫർ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്കും അതുപോലെ തന്നെ ചെയ്യാം. കൊണ്ടുപോയി ഫയൽ ചെയ്ത് നോക്കും. പുരുഷന്മാർ ഭാര്യ അടിമയുടെ അടുത്തുനിന്ന് അടിമേടിച്ചു എന്ന് പറഞ്ഞ് സാധാരണ ഫയൽ ചെയ്യാറില്ല അല്ലേ? അതവിടെ നിൽക്കട്ടെ. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഇറ്റ് വിൽ ടേക്ക് ലോങ് ടൈം. ഒരാൾ സമ്മതമില്ലാതെയാണ് ഒരാൾക്ക് ഡിവോഴ്സ് വേണ്ടതെങ്കിൽ ചിലപ്പോൾ ഭയങ്കര ലോങ് പ്രോസസ്സായിട്ട് മാറും. അതിൽ നല്ലത് പിരിയാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ രണ്ടുപേരും കൂടെ ഇരുന്ന് പിരിയുന്നതാണ് നല്ലത്. ഒരു പക്ഷേ രണ്ടുപേരും ഇരുന്ന് സംസാരിക്കുമ്പോൾ തീരാവുന്ന പ്രശ്നമുള്ളെങ്കിലോ അല്ലേ? അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ പ്രവാസ ലോകത്തുള്ളവർ നല്ലപോലെ സൂക്ഷിച്ച് വേണം ഈ ഭാര്യാഭർത്തൃ ബന്ധം കൈകാര്യം ചെയ്യാനായിട്ട്. കാരണം എന്താണെന്നറിയോ, കാരണം നിങ്ങൾ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അവിടെ ഈ അമ്മയച്ഛൻ പ്രോബ്ലം ഉണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പം നിങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് വളരെ സമന്വയത്തോടു കൂടി വേണം സംസാരിക്കാൻ. ഒരിക്കലും ദേഷ്യം ഒന്നിനും പരിഹാരമല്ല. കാരണം രണ്ടുപേരും മാത്രമേ ഉള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് അടിക്കുകയും കുത്തുകയൊക്കെ ചെയ്ത ഒരു കഥ കേട്ടില്ലേ ഇവിടെ പ്രവാസ ലോകത്ത്? ഞാൻ അന്ന് വിചാരിക്കുകയായിരുന്നു, ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ തലേ ദിവസം വരെ കെട്ടിപ്പിടിച്ച് ഉറങ്ങിയിരുന്ന ആളുകൾ അടുത്ത ദിവസം കത്തിയെടുത്ത് കുത്തുക എന്ന് പറഞ്ഞാൽ ദർ ഇസ് സംതിങ് ഡ്രാസ്റ്റിക്കലി റോങ് ഇൻ ദ സൊസൈറ്റി അല്ലേ? നമ്മുടെ കൂടെ കിടന്നുറങ്ങുന്ന, നമ്മൾ ഹഗ് ചെയ്ത് കിടന്നുറങ്ങുന്ന ഭർത്താവോ ഭാര്യയോ നമുക്ക് എത്ര ആയിരുന്നിരിക്കണം ആ നേരങ്ങളിലും ആ സമയങ്ങളിലും ഒക്കെ അല്ലേ? എങ്ങനെ ഒരു നിമിഷം കൊണ്ട് കത്തിയെടുത്ത് കുത്താൻ പറ്റുന്നല്ലേ? അപ്പം ഇതൊക്കെ വളരെ നമ്മൾ രണ്ടുപേരോടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരിക്കലും ഒരു വിദ്വേഷം വെച്ച് പുലർത്തരുത്, ഭാര്യയും ഭർത്താവും. ആ വിദ്വേഷം നമുക്ക് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഉണ്ടായി വരികയാണെങ്കിൽ ഇതുകൊണ്ടാണ് എനിക്ക് ദേഷ്യം വരുന്നത് എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പറഞ്ഞ് സംസാരിച്ച് തീർക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഡിവോഴ്സിനെ പറ്റിയിട്ട് പറയുമ്പോൾ ഞാൻ അവൻ ഇവൾ എന്നൊക്കെ പറഞ്ഞ എന്തിനാന്ന് പറയട്ടെ, ഈ ഒരു റെസ്പെക്റ്റ് ഇല്ലേ, അതായത് ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ് ആയിരിക്കരുത്. ഒരു റെസ്പെക്റ്റ് ഒരു വ്യക്തിയോട്, എതിരെ നിൽക്കുന്ന ഒരു വ്യക്തിയോട് ഒരു റെസ്പെക്റ്റ് എന്തായാലും ആവശ്യമാണ്. അതിനാണ് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു റെസ്പെക്റ്റ് കൊടുത്ത് പോയി കഴിയുമ്പോൾ ഇല്ലേ, നമുക്ക് അദ്ദേഹം ഒരു പ്രിയപ്പെട്ടവനുമാണ്. എന്നാൽ ആ പ്രിയപ്പെട്ട ആളിൽ നമ്മൾ കാണുന്ന ഒരു ദേവതുല്യമായിട്ടുള്ളൊരിതുണ്ട്. അതേപോലെ തന്നെ ഇരിക്കണം കേട്ടോ ഭാര്യയോടും. എൻ്റെ പത്നി എന്ന് പറയുന്നത് എനിക്ക് ദേവതുല്യാണ് എന്ന് തന്നെ പറയുന്നതിൽ തെറ്റൊന്നുമില്ല. ശ്രീരാമൻ പറഞ്ഞതുപോലെ ഒരാൾ പോലും അവളെ നോക്കി ഇങ്ങനെ പറയുമ്പോൾ എനിക്കുണ്ടാകുന്ന വ്യഥ, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ സീതയെ അഗ്നിശുദ്ധിക്ക് ഇരയാക്കിയത് എന്ന് പറയുന്നത് കേട്ടില്ല. ഇങ്ങനെ ആരും പറയാൻ പാടില്ല. ആരും, അതായത് ലോകത്തുള്ള ആരും എൻ്റെ ഭാര്യ ഒന്നും പറയാൻ പാടില്ല എന്ന് പറയുന്ന ശ്രീരാമ ദേവന്മാരുണ്ട് ഇന്നും നമ്മുടെ സൊസൈറ്റിയിൽ അല്ലേ? അത് എക്സ്ട്രീമാണ്. എന്നാലും ആ എക്സ്ട്രീമിറ്റിയിലും ഒരു ഭംഗിയുണ്ട്, അല്ലെങ്കിൽ സ്നേഹമുണ്ട്, അല്ലെങ്കിൽ പ്രേമമുണ്ടെന്ന് നമ്മൾ വിചാരിക്കണം അല്ലേ? അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പരാതികളായി പോകും. ആ പരാതികൾ നമ്മുടെ സ്നേഹമാണെന്ന് മനസ്സിലാക്കുക കേട്ടോ. അതായത് ഭർത്താവിനോടുള്ള പരാതികൾ നമ്മുടെ സ്നേഹമാണെന്ന് ഭർത്താവ് മനസ്സിലാക്കുക. ഭർത്താവിന് നമ്മളോട് എന്തെങ്കിലും ഒരു പരാതി ഉണ്ടെങ്കിൽ അതും അവരുടെ സ്നേഹമാണെന്ന് മനസ്സിലാക്കുക. വിദ്യാ ബാലൻ ഒരു ഇൻ്റർവ്യൂ പോലെ ഇങ്ങനെ വരില്ലേ, റീൽസ് പോലെ, അതിൽ പറയണം, നിങ്ങളൊന്ന് മനസ്സിലാക്കൂ, ഇന്നത്തെ കാലത്ത് വിവാഹം എന്ന് പറയുന്നത് വ്യക്തികൾ തമ്മിലാക്കൂ. പണ്ടത്തെ കാലം പോലെ കുടുംബങ്ങൾ പോലെയല്ല. പണ്ട് രാജ്യങ്ങൾ തമ്മിലായിരുന്നു. ഒരു രാജ്യത്ത് യുദ്ധമില്ലാതാക്കാനായിട്ട് ഈ അക്ബറിന് ഹിന്ദു വൈഫ്സ് എങ്ങനെ വന്നതെന്ന് നോക്കുമ്പോൾ ആ രാജ്യത്ത് യുദ്ധം ഇല്ലാതാക്കാൻ ആ രാജാക്കന്മാർ ജാമാതാവായിട്ട് എടുക്കും നമ്മുടെ അക്ബറിനെ. സോ ജോധ അക്ബർ സിനിമ കണ്ടിട്ടില്ലേ? അപ്പോൾ അതേപോലെ, അപ്പോൾ
അവിടെ ഒരു യുദ്ധം ഉണ്ടാവില്ല. കാരണം ഇത് എന്നിട്ട് കുറച്ച് ഇതൊക്കെ സ്ത്രീധനായിട്ട് കൊടുക്കും, കുറച്ച് രാജ്യങ്ങളൊക്കെ ഈ ഹിന്ദു രാജാക്കന്മാരെ അങ്ങനെയായിരുന്നു. കാരണം യുദ്ധം ജയിച്ചവർക്ക് ജയിക്കാൻ പറ്റില്ല, അപ്പം മകളെ സ്ത്രീധനമായിട്ട് കൊടുക്കുകയും അങ്ങനെയൊക്കെയാണ് ഹിന്ദു വൈഫ്സ് വന്നത് അക്ബറിന്. അദ്ദേഹം അത് സ്വീകരിക്കുകയും ചെയ്തുല്ലോ. വളരെ വിശാലമായിട്ടുള്ളൊരു മനസ്ഥിതിയായിരുന്നു അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്, ഈ നമ്മളുടെ കൊടുക്കൽ വാങ്ങലുകളും അല്ലെങ്കിൽ നമ്മൾ തമ്മിലുള്ള, അതായത് ഭർത്താവ് ഭാര്യ തമ്മിലുള്ള ഫിനാൻസസും അതെല്ലാം ഭയങ്കര സുതാര്യമായിരിക്കുകയും വേണം. അതിനകത്തേക്ക് ഈച്ച് റെസ്പെക്റ്റീവ് സ്പൗസസിൻ്റെ അച്ഛനും അമ്മയും കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. ആ വിദ്യാബാലൻ്റെ ആ പറച്ചിൽ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് രണ്ട് ഫാമിലീസ് തമ്മിലുള്ള വിവാഹമാക്കുന്നത്? ഇപ്പം ഞാൻ പറഞ്ഞ പോലെ 2 കൺട്രീസ്, രാജ്യങ്ങൾ തമ്മിലുള്ള വിവാഹമായിരുന്നു പണ്ട്. പിന്നെ ഫാമിലീസ് തമ്മിലായി. അവരുടെ അച്ഛൻ ആരാണ്, ഇവരുടെ അമ്മ ആരാണ്, അവരെങ്ങനെയാണ്, അവരുടെ തറവാട് ഏതാണ്? എന്താണ് ഈ തറവാട് എന്ന് പറയുന്നത്? വലിയ വീടുള്ളതാണോ തറവാട്? നമ്മളൊരു 50-60 വർഷമേ ആയിട്ടുള്ളൂ ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടി വന്നു കഴിഞ്ഞിട്ട്. അറിയില്ല, പഴയ കാലത്തെ തറവാടുകളാണെങ്കിൽ അവിടുത്തെ കാര്യം പറയാതിരിക്കുകയാണ് ഭേദം. അവർ ബ്രിട്ടീഷുകാരുടെ അടിയാളന്മാരായി നിന്ന് അവർ പറയുന്നതെല്ലാം തലയാട്ടി ഉണ്ടാക്കിയ സ്വത്തും ഒക്കെ ആയിരിക്കും. ശരി, അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെയും വലിയ നീളമായി പോകും. അപ്പോൾ 2 ആളുകൾ, ആണും പെണ്ണും, നീ എൻ്റെ പത്നി ഞാൻ നിൻ്റെ പതി എന്ന് പറയുമ്പോൾ അവരിലേക്ക് കൊണ്ടുവരുന്ന ഈ എക്സ്ട്രാ പുറത്തു നിന്നുള്ള പ്രഷർ ഉണ്ടല്ലോ, എൻ്റെ മോനാണ്, എൻ്റെ മോളാണ്, അത് മാത്രം നിങ്ങൾ കണ്ടില്ല കേട്ടില്ല എന്ന് ധരിച്ച് നിങ്ങളുടെ ഡ്യൂട്ടീസ് മാത്രം ചെയ്തുകൊണ്ട് പോവുക. കാരണം കൂടുതൽ ഇൻവോൾവ്മെൻറ്റ് ഒരു തേർഡ് പാർട്ടിക്ക് നമ്മളിൽ ചെലുത്താൻ പറ്റുമ്പോഴാണ് നമ്മുടെ വീടിൻ്റെ ബാലൻസ് അല്ലെങ്കിൽ സന്തുലിതാവസ്ഥ മാറിപ്പോകുന്നത് അല്ലേ. അങ്ങനെ മാറിപ്പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽപ്പോഴാണ് നമ്മുടെ ശ്രദ്ധ മാറുന്നതും നമുക്ക് ഇറിറ്റേഷൻ വരുന്നതും. ആണുങ്ങളുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കും. വീട്ടിലെ ചിലപ്പം ഭാര്യയ്ക്ക് കുഞ്ഞുങ്ങളെ നോക്കിയിരിക്കേണ്ടി വരുന്നത് കൊണ്ട് ജോലിക്ക് പോകാൻ പറ്റില്ലാത്ത അവസ്ഥയാണെങ്കിൽ ഫിനാൻസസ് അഫക്റ്റ് ആവും. ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ഒരാൾക്ക് എത്രത്തോളം, ഒരു എഞ്ചിനീയറിന് എത്രത്തോളം അത് ആ കപ്പാസിറ്റി ഉണ്ടാകും. നാട്ടിലേക്കും കൂടെ പണം അയക്കണം. ഞാൻ ഇവിടെ പ്രവാസ ലോകത്തിരുന്നിട്ട് പറയുന്നതുകൊണ്ടാണ് എങ്ങനെ പറയണത്. അല്ലെങ്കിൽ അവിടെ ആണെങ്കിലും അച്ഛൻ്റെയും അമ്മയുടെ എല്ലാവരുടെയും കാര്യങ്ങൾ നോക്കേണ്ടി വരുന്ന ആ ഒരു ഷോൾഡറിൽ എന്തോരം ഭാരം ഉണ്ടാകുന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചിന്തിക്കണം, സ്ത്രീകൾ ചിന്തിക്കണം. നമ്മളെ കൊണ്ട് എത്ര ടെൻഷൻസ് ഇല്ലാതാക്കാൻ ശ്രമിക്കണം. നമ്മൾ എത്ര ടെൻഷൻസ് നമ്മൾ അവർക്ക് കൊടുക്കാതിരിക്കാൻ ശ്രമിക്കണം. ഇതൊക്കെ പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ ഡിവോഴ്സിലേക്ക് പോകുന്നതെങ്കിൽ ഇത് നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ബാക്കിയുള്ള പരപുരുഷ ബന്ധമോ പരസ്ത്രീ ബന്ധമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള അധിക ചെലവാളികളോ അങ്ങനെ കൈവിട്ടു പോകുന്ന തരത്തിലുള്ളതാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ആണെങ്കിൽ സംസാരിച്ച് നമുക്ക് ശരിയാക്കാം. തമ്മിൽ കേട്ടോ. 3-4 പേര് ഉൾപ്പെടുന്ന ഒരു കുടുംബത്തിൽ എല്ലാവരും ഒരേപോലെ നമ്മളോട് പെരുമാറണമെന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല. അവരെങ്ങനെ വേണമെങ്കിലും തീരുമാനിച്ചോളെ. നമ്മൾ എങ്ങനെയായിരിക്കണം നമ്മുടെ ഭർത്താവിനോട് പെരുമാറുന്നതെന്ന് നമുക്ക് തീരുമാനിക്കാം, നമ്മൾക്ക് സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഡിവോഴ്സ് പ്രൊസീഡിങ്സ് ഒന്നും അത്ര എളുപ്പമൊന്നുമല്ല. ഈ പറഞ്ഞ പോലെ മ്യൂച്വൽ കൺസെൻറ്റിന് പോവുകയാണെങ്കിൽ ആ പോകുന്നത്, അതായത് അവിടെ നിങ്ങളൊരു കൺസെൻസസിലെത്തിയില്ലേ, നമ്മൾ തമ്മിൽ ശരിയാവില്ല പോകാമെന്ന് പറയുന്നില്ലേ, അതിന് നിങ്ങൾ ഒന്നും കൂടെ റീതിങ്ക് ചെയ്ത് നോക്കൂ. നമ്മൾ പിരിഞ്ഞു പോകുന്നതിലും നല്ലത് നമ്മൾ ഒന്നിച്ച് ജീവിക്കുകയല്ലേ. നമുക്ക് ഒന്നിച്ച് മനസ്സിലാക്കി ജീവിക്കാൻ പറ്റൂലേ എന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ ചിലപ്പോൾ ഒരുപാട് ഡിവോഴ്സസ് എൻ്റെ കൗണ്ട് കുറച്ച് കിട്ടും. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ എന്നാണ് ഇപ്പോൾ പറയുന്നത്. അത് വാർത്തയൊക്കെ വായിച്ചപ്പോൾ ഞാനും കുറേ ചിന്തിച്ചു, എന്തുകൊണ്ടായിരിക്കാം കേരളത്തിൽ ഡിവോഴ്സ് കൂടുന്നതെന്ന്. ഞാൻ കുറേ വക്കീലന്മാരുടെ ഡിവോഴ്സ് വക്കീലന്മാരുടെയൊക്കെ എടുത്ത് നോക്കിയപ്പോൾ അവർ പറഞ്ഞ കാരണം മദർ ഇൻ ലോസ് എന്നാണ് കേട്ടോ, മദേഴ്സ് ഇൻ ലോ ആണെന്ന്. അതെന്താണെന്ന് വെച്ചാൽ 55-56 വയസ്സൊക്കെ ഉള്ള മദേഴ്സ് ഇൻ ലോ ആയിരിക്കും. അവരവരുടെ പ്രൈമിലായിരിക്കും, അവർക്ക് പൈസ കാണും, അവരുടെ വീടായിരിക്കും, അവരുടെ സെറ്റപ്പ് ആയിരിക്കും. അപ്പോൾ അവിടെ അവർ ഒരു ചെറിയ മേൽക്കോയ്മ അവർക്ക് വരുന്നുണ്ട് എന്നാണ് കാണുന്നത്. അധികവും ഒന്നിച്ച് താമസിക്കുകയാണെങ്കിൽ പ്രശ്നമാകും. ചില സ്ഥലങ്ങളിൽ ഒന്നിച്ച് താമസിച്ച് കഴിയുമ്പോൾ ഇവർ രണ്ടുപേരും ബോണ്ടിങ് കാണുന്നുണ്ട് അത്ര. അപ്പോൾ അത് ഒരു ടെംപ്ലേറ്റ് ആയിട്ട് എടുക്കാൻ പറ്റില്ല. പക്ഷേ ഒരു 80% അതുകൊണ്ടാണ് സംഭവിക്കുന്നതെന്നാണ് റിപ്പോർട്ട്സ് പറയുന്നത്. അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ട് അത്ര വലിയ കാര്യമാക്കാതെ ആൺമക്കൾ ചിന്തിച്ചാൽ പോരെ, എനിക്കെൻ്റെ ഭാര്യ ഫർദർ ജീവിതത്തിൽ അങ്ങേ അറ്റം വരെ വേണ്ട ആളാണ്, അതുകൊണ്ട് എനിക്കെൻ്റെ ഭാര്യയാണ് കുറച്ചുകൂടെ മുൻതൂക്കം എന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ തീരാവുന്ന പ്രോബ്ലം അല്ലേ ഉള്ളൂ.
അമ്മയെ കളയാനല്ല, അമ്മയെ സന്തോഷിപ്പിച്ച് വെക്കേണ്ടത് ഒരു മകൻ്റെ ധർമ്മമാണ്. പക്ഷേ അത് ഭാര്യയെ കളഞ്ഞുകൊണ്ടായിരിക്കരുത്. ഭാര്യയ്ക്ക് കുറച്ച് മുൻതൂക്കം കൊടുത്താൽ, അമ്മയല്ലേ നമുക്കൊരു കാര്യം ചെയ്യാം, അമ്മ ചെയ്തത് ഭയങ്കര തെറ്റാണ്, ഇത് ഞാൻ ഒരിക്കലും അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ കുട്ടിയെ ചേർത്ത് പിടിക്കുക. കാരണം അതൊരു കൊച്ചുകുട്ടിയല്ലേ. മനസ്സിലായോ? 100-ൽ 50% ഡിവോഴ്സും ഈ കാരണങ്ങൾ കൊണ്ടാണെങ്കിൽ അത് മാറ്റാൻ പറ്റും. തോന്നുന്നില്ലേ? നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേ. ഓക്കെ, ബൈ.